Dear students, today's class starts. प्यारे छात्रों, आज की कक्षा शुरू हो जाए. ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, पिछले दिन में हमने क्या पढ़ाया और उसके क्या चर्चा किए? दूसरी इकाई के बारे में चर्चा किया था और आज दूसरी इकाई के पहले पाठ के कुछ भाग समझे. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിനെ കുറിച്ചുള്ള സന്ദേശങ്ങളും അതിൽ വരുന്ന പാഠഭാഗങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ മിഹിർ പാണ്ഡെ എന്ന് പറയുന്ന ഇത് എഴുതിയ ആളുടെ അനുഭവക്കുറിപ്പാണ് ശരിക്ക് ആദ്യത്തെ ഭാഗത്തത്. രണ്ടാമത്തത് അയാം കലാം എന്ന് പറയുന്ന സിനിമയിലെ ചോട്ടു എന്ന് പറയുന്ന കലാം എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ രണ്ടിനെയും കമ്പയർ ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം. അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡ്യൂസിങ് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. गाँव के स्कूल में मेरा एक साथी था, मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछ जाने पर बताया था. एक डबल ओके लुक यानी लुक के देखना. ഇത് ലേഖകന് കുട്ടിക്കാലത്ത് ക്ലാസ്സിലുണ്ടായിരുന്ന അനുഭവമാണ്. കാരണം നമ്മൾ ഇങ്ങനെ അനുഭവങ്ങൾ പഠിച്ചത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇതാ നമ്മൾ ബിർബഹുട്ടി എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടി ഇത് പ്രൈമറി കാലഘട്ടത്തിലാണ് പഠിച്ചത്. ഇത് കുറച്ചുകൂടി വലുതായിട്ടുണ്ട് എന്നുള്ള ഒരു രൂപത്തിലുള്ള കഥയാണ് അന്നത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. നമ്മൾ മോർപാൽ മിഹിർ കെ അച്ഛാ ദോസ്ത് ഹെ, നല്ല സുഹൃത്താണ് മോർപാൽ. മോർപാലിന് നല്ല വ്യക്തിത്വം, നല്ല ഗുണമുള്ള, നല്ല പഠിക്കാൻ കഴിവുള്ള, താല്പര്യമുള്ള, പഠനത്തിലൊക്കെ താല്പര്യമുള്ള കുട്ടിയായിരുന്നു മോർപാൽ. അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഓർമ്മിക്കുന്നത്. എന്താണ്, ഗ്രാമത്തിലെ സ്കൂളിൽ മോർപാൽ തൻ്റെ ഇംഗ്ലീഷ് മാഷ് തിവാരിജി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ് അദ്ദേഹത്തെ ആദ്യം ഓർമ്മ വന്നത്. ലുക്ക് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ സ്പെല്ലിങ്ങും അർത്ഥവും പറയാൻ പറഞ്ഞപ്പോൾ വളരെ കൃത്യമായിട്ട് ഹിജ്ജെ മീൻസ് സ്പെല്ലിങ് അത് പറയാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ LOOK ലുക്ക് LOOK എന്നാണെന്നും അതിൻ്റെ അർത്ഥം ദേഖന കാണുക എന്നാണെന്ന് വളരെ പെട്ടെന്ന് പറയുന്നു. അതിലൂടെ തന്നെ എനിക്ക് മിഹിർ എന്ന് പറയുന്നത് വളരെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടിയായിരുന്നു, നല്ല സ്വഭാവ ഗുണമുള്ള കുട്ടിയായിരുന്നു എന്ന് മിഹിർ തൻ്റെ ഈ ലേഖനത്തിൽ പറയുന്നു. और क्या नाम का पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगह में भी साथ ही थी. अपने स्कूल के हाजिरी पुस्तक मीन्स रजिस्टर, अटेंडेंस रजिस्टर, उसमें क्या है, उसमें अल्फ़ाबेटिक ऑर्डर में लिखा था. അറ്റൻഡൻസ് രജിസ്റ്ററിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് കുട്ടികളുടെ പേര് എഴുതിയിരുന്നത്. മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ആദ്യം ഉണ്ടായിരുന്ന ബോയ്സിന് ശേഷം ഗേൾസ് ആയിരുന്നു. ഇപ്പോൾ ഗേൾസിന് ശേഷം ബോയ്സാണ് ശരിക്കും രജിസ്റ്ററിൽ. ഇവിടെ അക്ഷരമാലാ ക്രമത്തിലാണെങ്കിൽ മിഹിർ MIHIR ഇതാണ്, മോർപാൽ MORPAL ഈ ക്രമത്തിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് हाजिरी पुस्तक पर अपने रजिस्टर में क्या है മിഹിറും മോർപാലും അടുത്തടുത്താണ് എന്ത് ചെയ്യുന്നത്, തെരീപ്പട്ടി में क्लास में बैठे थे.
അതായത് ശരിക്ക് ഒരു പരവതാനി പായയിലാണ് അന്ന് ഇരുന്നത്. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല എന്നർത്ഥം കൂടിയുണ്ട്. और മോർപാൽ ഭഗത് ദിലി ദോസ്ത് താ, ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. മോർപാൽ വളരെ അടുത്ത സുഹൃത്ത് കൂടി ആയിരുന്നു. और बाकी वही मोरपाल जिसकी मेरे खाने के डिब्बे में राजमा देखते ही बांछें खिल जाती थी. हमारा सौदा था गेलखंडी में गाने की अदला बदली का. यानी मेरे टिफिन के राजमा चावल उसके और घर से आया बड़ा सा चाच का डिब्बा मेरा. അങ്ങനെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം, दोपहर में खाना खाने का समय है. നമുക്ക് ഉച്ച സമയമാകുമ്പോഴേക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. അത് ഒരു നമ്മുടെ പഠനകാലത്തെ നമ്മുടെ ഏറ്റവും ഒരു സന്തോഷകരമായൊരവസ്ഥ ഉണ്ട്. എന്താണെന്ന് അറിയോ, 4ാമത്തെ പീരീഡ് ആകുമ്പോഴേക്ക് പിന്നെ നമ്മൾ പഠനമൊക്കെ അങ്ങോട്ട് നിർത്തും. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. പിന്നെ 4ാമത്തെ പീരീഡ് പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊന്നും വലിയ അധ്യാപകർക്കുണ്ടാവും ഇത്, കുട്ടികൾക്കാണെങ്കിൽ അത് കൂടും. അങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ആ സ്കൂൾ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ दोपहर के समय गाना गाने के समय में क्या है, മോർപാൽ എൻ്റെ പാത്രത്തിൽ അങ്ങനെ നോക്കിയാൽ എന്താ കാണുന്നത്, രാജ്മ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തരത്തിലുള്ള പരിപ്പ് കറിയാണ്. നല്ല രാജ്മ കറി. അപ്പം ഞാൻ രാജ്മ കറി നമുക്ക് കഴിഞ്ഞ പഞ്ചാബ് യാത്രയിലൊക്കെ പോയപ്പോൾ എനിക്ക് അവിടുത്തെ മുഖ്യമായ ഭക്ഷണം, ഉത്തരേന്ത്യയിലെ ഏറ്റവും നല്ലൊരു കറിയാണ് രാജ്മ കറി. ഒരു പരിപ്പ് പോലത്തെ ഒരു നല്ല ഒരു ഇതാണ്, എല്ലാറ്റിനും ഉപയോഗിക്കുന്ന ഒരു കറിയാണ്, ഒരു തരത്തിലുള്ള. ഈ രാജ്മ കറിയാണ് കണ്ടപ്പോൾ, പിന്നെ എൻ്റെ പാത്രത്തിൽ രാജ്മ കറി കണ്ടപ്പോൾ വളരെ സന്തോഷമായി. എന്താണെന്നറിയോ, വെരി ഹാപ്പി. ബാഞ്ചേം കിൽ ജാത്തി തി, വെരി ഹാപ്പി. അതാണ്, വളരെ സന്തോഷമുണ്ടായി. എന്താ, ഹമാരെ സൗദാ താ കേൾ ഗണ്ടി മേ ഗാനെ കി അദലി ബദലി കാ. ആ ഉച്ച സമയത്ത് നമ്മൾ, കാരണം എന്താണെന്നറിയാം, ഈ രാജ്മ കറി എന്ന് പറയുന്ന സംഭവം അവൻ്റെ വീട്ടിൽ ഉണ്ടാകാറേ ഇല്ല. ഒരു ഇടത്തരം കുടുംബത്തിൽ പിന്നെ മാത്രം ആണ് ഞാൻ ജനിച്ചത്, മീൻസ് മോർപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് എനിക്കത് ഉണ്ടായിരുന്നു. എന്നാൽ മോർപാൽ വളരെ ഗരീബി പരിവാർമേ, പാവപ്പെട്ട പുവർ ഫാമിലിമേ, പാവപ്പെട്ട കുടുംബത്തിലായതുകൊണ്ട് അവന് അതൊന്നും ഉണ്ടാവില്ല. അവനെന്താ കൊണ്ടുവരുന്നത്, ചാച്ചിക്ക ഡിബ്ബ. അവൻ്റെ അടുത്ത് ഉള്ളത് ചാച്ച്, മോര് മാത്രമാണ്, ചാച്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, എനിക്കാണെങ്കിൽ മോര്, ചാച്ചിക്ക ഡിബ്ബ, ചാച്ചിക്ക മേര കംസോരി ഹെ അല്ലോ, അങ്ങനെ ആ പാരഗ്രാഫിൽ താഴെ കാണുന്നില്ലേ, ഉസേ പതാക്കി ചാച്ച് മേരി കംസോരി ഹെ, എൻ്റെ ഒരു ദൗർലഭ്യമാണ്, ദൗർബല്യമാണ് മോര് എന്ന് പറയുന്നത്. എനിക്ക് മോര് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇഷ്ടമാണ്, പിന്നെ മെഹർ പറയുന്നത്. അതുകൊണ്ട് അവന് രാജ്മ കറി കൊടുത്തിട്ട് മോരും അങ്ങനെ പരസ്പരം ഷെയർ ചെയ്തിട്ടാണ്, മാറ്റിയിട്ടാണ്, അദല ബദലി എന്നാണ് പറഞ്ഞത്. പരസ്പരം കൊടുക്കൽ വാങ്ങൽ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലേൻ ദേൻ കൊടുത്ത് അത് പരസ്പരം കഴിക്കുമായിരുന്നു. കാരണം അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ പാവപ്പെട്ടൊരു കുടുംബമായിരുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. आज की कक्षा समाप्त हो चुकी है. गृहकार्य के रूप में क्या है आज, वो क्या है, उस नोटबुक के पहला साइड क्वेश्चन है, हमारा सौदा था केल कंडी में खाने की अदला बदली का. इस तरह की अदला बदली से हम क्या समझते हैं. നമ്മുടെ
ഞങ്ങളുടെ സൗദ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഐറ്റംസ്, അതായത് ഈ ഭക്ഷണം സാധനങ്ങൾ ഉച്ചക്ക് കൈമാറുന്നത്, ഈ തരത്തിലുള്ള കൈമാറ്റം എന്തിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് നിങ്ങൾ എഴുതിയിട്ട് ഹോംവർക്കായിട്ട് ചെയ്യുക. ബച്ചോങ്കെ മൻമേ പ്യാർ ജാതി ധർമ്മ ഊഞ്ച നീച്ച് ഗരീബി ധനി ഭേദഭാവ്. ഇത് മനുഷ്യത്വത്തിൻ്റെ ലക്ഷണമാണ്. അതൊന്ന് നിങ്ങൾ സ്വന്തം എഴുതുക. അതായത് കുട്ടികളുടെ മനസ്സിൽ സ്നേഹമുണ്ട്, ജാതിയോ മതമോ ഉച്ചനീചത്വമോ ദരിദ്രനോ ധനികനോ എന്നുള്ള ചിന്തയില്ലാതെ പിന്നെ അർത്ഥമാണ് അവിടെ ആ പാരഗ്രാഫിൽ മനസ്സിലാക്കുന്ന. ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനുഷ്യത്വമാണ് അവിടെ കാണിക്കുന്നതെന്നാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നു. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നത്, അടുത്ത അസസ്മെൻ്റ് ടെസ്റ്റ് ഉണ്ട്. അതിന് നമ്മുടെ 2 പാഠത്തിലുള്ളത് മുഴുവൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ഉത്തരം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.